ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ ADGP MR അജിത് കുമാർ ഇടപെട്ടതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനീഷിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനെയും ചോദ്യം ചെയ്യാനുള്ള നീക്കം ADGP അജിത് കുമാർ ഇടപെട്ട് തടഞ്ഞു. തെളിവ് ശേഖരണത്തിനും അജിത് കുമാർ തടസ്സം നിന്നു. 5 ഉദ്യോഗസ്ഥരാണ് അജിത് കുമാറിനെതിരെ മൊഴി നൽകിയത്. ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം വന്നേക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരം അന്വേഷണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംഭവത്തിൽ SITയുടെ ആദ്യ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, അതിഗുരുതരമായ ആരോപണങ്ങൾ, മൊഴികൾ ലഭിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. MR അജിത് കുമാറിനെതിരെ ഉന്നത ഇടപെടൽ ഉണ്ടായി എന്നുള്ള സൂചനകൾ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നവകേരള യാത്രക്കിടയിലെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കണ്ടെത്തലുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്. ആദ്യം ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ DYSP ഉൾപ്പെടെയുള്ള 5 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് SITക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്ന കാര്യം, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാരായിരുന്ന അനിൽകുമാറിന്റെയും അതോടൊപ്പം സന്ദീപിന്റെയും മൊഴി രേഖപ്പെടുത്താനോ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള നീക്കം ബോധപൂർവം MR അജിത് കുമാർ തടഞ്ഞു എന്നതാണ് അതിലെ ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ. അതോടൊപ്പം ഈ MR അജിത് കുമാറിന്റെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരും സമാനമായ തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതായത് വഴങ്ങിയില്ല എങ്കിൽ വില കൊടുക്കേണ്ടി വരും എന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുവെന്നാണ് ഈ 5 ഉദ്യോഗസ്ഥർ SITക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ഒരു സംഭവത്തിൽ ഈ MR അജിത് കുമാറിനെ കുരുക്കിലാക്കിക്കൊണ്ട് മൊഴി നൽകിയ ആദ്യം അന്വേഷണത്തിന് നേതൃത്വം നൽകിയ DYSPയെ ഈ കേസിലെ മാപ്പ് സാക്ഷിയാക്കാനുള്ള ഒരു നീക്കം കൂടി SIT ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് കൈമാറുമ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടികൾ ഇന്ന് തന്നെ തുടങ്ങുമോ എന്നതിലാണ് ഒരു ആകാംക്ഷ നിറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അത് സേനയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള പൊളിച്ചെഴുത്തലുകൾക്ക് വഴിവെക്കും. MR അജിത് കുമാറിനെതിരെ വരുന്ന നടപടി നീണ്ടേക്കും എന്നുള്ള സൂചനകളും പോലീസിൽ ശക്തമാണ്. തീർച്ചയായും അതാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. MR അജിത് കുമാർ കൂടി ഈ വിഷയത്തിൽ പ്രതിപട്ടികയിലേക്ക് വരികയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.